ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡെയിലി വ്ളോഗാണ്. എൻ്റെ ഒരു തകരാറ് പിടിച്ചൊരു ദിവസത്തിലെ ഒരു ഡെയിലി വ്ളോഗാട്ടോ ഇപ്പോൾ ഇത്. അപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു 11:45 ടൈം ആയിട്ടുണ്ട്. കാരണം രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാൻ അന്നേ ദിവസം ഒരു 6:45-നാണ് ഞാൻ ഉറങ്ങണത്. അത് കഴിഞ്ഞിട്ട് 11:45 ഞാൻ എണീക്കും ചെയ്തു. എന്നിട്ട് വന്ന് ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ ഹാളിൽ ടേബിളിൽ മുഴുവൻ സാധനങ്ങൾ അങ്ങനെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് വയ്യായിരുന്നു, ഉണ്ണിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ടേബിളിൽ വന്നപ്പോൾ ഉണ്ണിയുടെ ഫുഡ് കൊടുത്തത് 2 ദിവസത്തെ ഫുഡ് കൊടുത്ത കാര്യങ്ങളൊക്കെ ടേബിളിലിരിക്കുകയാണ്. അമ്മയ്ക്ക് ഫുഡ് പോയ്സൺ ആയിരുന്നു, ഉണ്ണിക്ക് ഛർദിയായിരുന്നു. അങ്ങനെ ഇത്തിരി സീനായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ എനിക്കും ഒട്ടും വയ്യ. എനിക്ക് രാത്രി മുഴുവൻ ഉണ്ണികളെടുത്തിരുന്നിട്ട് നീർക്കെട്ട് വന്നിട്ട് സ്റ്റിച്ചുമൊക്കെ എനിക്ക് പെയിൻ വന്നു തുടങ്ങി, നല്ല പെയിൻ വന്നു തുടങ്ങി. എനിക്ക് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. എന്നാലും ഞാൻ ടേബിൾ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി, കാരണം ആകെ അലങ്കോലായി കിടക്കായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചതൊക്കെ മാറ്റി വെച്ചു. ഗ്ലാസ്സുകളുണ്ടായിരുന്നു വെള്ളം കുടിച്ചിട്ടുള്ളത്, അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഞാനായിട്ട് കൊണ്ടുവച്ച കുറച്ച് സംഭവങ്ങളുണ്ട്, എൻ്റെ ഫേസ് മാസ്ക്, ലിപ്സ്റ്റിക്കുകൾ, മരുന്നുകൾ, അതൊക്കെ ഞാനൊരു ബോക്സിലിട്ടിട്ട് അവിടെ തന്നെ വെച്ചു. കാരണം എത്ര കൊണ്ടുവച്ചാലും ഞാൻ തന്നെ പിന്നെയും അത് തിരിച്ച് അവിടേക്ക് തന്നെ എത്തിക്കും. കാരണം ടേബിളിൽ ഇരുന്നിട്ടാണ് ഞാൻ മിക്കതും വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ചേട്ടൻ ഓൾറെഡി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യണം. പക്ഷേ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒന്നും വെച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ടേബിൾ ക്ലീൻ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വയ്യാത്ത സമയത്ത് ഞാൻ എങ്ങനെ പോയി ചെയ്യാനാണ്. അപ്പോൾ ആകെ അലങ്കോലയൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഒരു ടവൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു. പിന്നെ അപ്പുറത്തൊരു ദിവാനുണ്ട്, അപ്പോൾ ദിവാനിൽ ജസ്റ്റ് ഒരു ക്ലോത്ത് വിരിച്ചു കൊടുക്കുകയാണ്. കാരണം ഭയങ്കരമായിട്ട് ബയറായി കിടക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കണ്ടില്ലേ, സ്റ്റിച്ച് പെയിനിലുണ്ട്, ഞാൻ കൈ അങ്ങനെ പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ മോർണിംഗ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കഞ്ഞി 2 സ്പൂൺ കഴിച്ചതാണ്. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റും ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം എത്രമാത്രം നമ്മളെ സഫർ ചെയ്യേണ്ടി വരുന്നുള്ളത്. കാരണം ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്തും, അതായത് ICUലൊക്കെ കിടക്കുന്ന സമയത്തും ഈ ഗ്യാസ് ആയിരുന്നു മെയിൻ വില്ലൻ. അപ്പോൾ ഇപ്പോഴും അതേ ഗ്യാസ് കയറിയിട്ട് എനിക്ക് പെയിൻ വരുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്നത്തെ ദിവസം ചായ കുടിച്ചിരുന്നു. കാരണം എനിക്ക് മൊത്തത്തിൽ തല കറങ്ങണ പോലെ രാത്രി ഫുള്ള് എടുത്തിരുന്നുകൊണ്ടുള്ള ഉറങ്ങാത്തതിൻ്റെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ബുദ്ധിമുട്ടും. പിന്നെ രാവിലെ ഇന്ന് ഞാനൊരു കസിനും അവരുടെ ഫാമിലി ഉണ്ണികളെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അവർ 2 പേർക്കും ഒരേപോലത്തെ സെയിം ഉടുപ്പെടുത്തുന്നതാണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഉണ്ണികളുടെ. പിന്നെ അവർ കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഞാനൊരു ചോക്ലേറ്റ് കഴിച്ചു. അപ്പോൾ ഈ ചോക്ലേറ്റാണ് ഞാൻ കയ്യിലെടുത്ത് കഴിച്ചത്. അതോടെ എൻ്റെ ബോധം പോയി. അത് കഴിഞ്ഞിട്ട് ഇത് ആമിയാണ്. ആമി നല്ല ഉറക്കത്തിലാട്ടോ ഫീഡ് ചെയ്തിട്ട്. ഇവർ 2 പേരും രാവിലെയൊക്കെ നല്ല കുട്ടികളായിരിക്കും. രാത്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എനിക്ക് കാളരാത്രിയാണ്, ആ ഒരു അവസ്ഥയാണ് രാത്രി കഴിഞ്ഞാൽ എൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആമിക്ക് ഫീഡ് ചെയ്തിട്ട് അവളെ ജസ്റ്റ് ബർപ്പേണ്ട സമയത്ത് ഉണ്ണി വന്നിരുന്നു. അപ്പോൾ ഉണ്ണി വന്നിട്ട് ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആമി എൻ്റെ കയ്യിലുണ്ട് ആ സമയത്ത്. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടും എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടും ഇന്ന് അങ്ങനെ കാര്യമായിട്ട് കുളി അങ്ങനത്തെ ഒന്നും നടന്നില്ല കേട്ടോ. ഞാൻ മേലഴുകിയുള്ളൂ. നല്ല ചൂട് പിടിച്ചിട്ട് മേലഴുകി. കാരണം എനിക്ക് മുട്ടുവേദന, തണ്ടൽവേദന ഒക്കെ എടുക്കണ പോലെ തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഉച്ചയ്ക്ക് എനിക്ക് കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. കാരണം ഗ്യാസ് കയറിയിട്ട് പേടിയായിരുന്നു കഴിച്ചാൽ ഛർദ്ദിക്കുമോ എന്നുള്ളത്. പിന്നെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്തപ്പോൾ കുറച്ചധികം നേരം മലർന്ന് കിടന്ന് റെസ്റ്റ് എടുത്തപ്പോൾ ഓക്കേന്ന് തോന്നിയപ്പോൾ ഉച്ചയ്ക്ക് വാങ്ങിയ ഫുഡിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചെടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ണി വരുന്നുണ്ട്. അവൻ അല്ലെങ്കിൽ ഛർദ്ദിയാണ്, അതിൻ്റെ കൂടെ ഫുഡ് കഴിക്കണതാണ്. അപ്പോൾ അവൻ ഏതോ ഒരു പാത്രം എടുത്തിട്ട് അവൻ അതിലിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മോട് പറയേണ്ട, അമ്മ അവന് ഫുഡ് കൊടുക്കുന്നത്. കാരണം അവന് ഛർദ്ദി ആയതുകൊണ്ട് തന്നെ നമ്മൾ അവന് മെയിനായിട്ട് കഞ്ഞി, പിന്നെ അതുപോലെ ചുക്കിട്ടിട്ടുള്ള ചായ, അതൊക്കെയാണ് കൂടുതൽ കൊടുത്തിരുന്നത്. ഇങ്ങനത്തെ ചോറൊന്നും കൊടുത്തിട്ടില്ല. കാരണം പേടിയാണ്, ഈ ഒരു മഴക്കാലവും കാര്യങ്ങളൊക്കെ അല്ല. ഉണ്ണിപ്പോൾ ഓക്കെ ആയിട്ടോ, അവൻ മോർണിംഗ് തൊട്ട് ഓക്കെയാണ്. പിന്നെ ഛർദ്ദിച്ചിട്ടില്ല. പക്ഷെ അമ്മയുടെ കാര്യമല്ല, അമ്മ അങ്ങനെയല്ല, അമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, പനിയുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല. പിന്നെ ഞാൻ ഇതൊക്കെ എപ്പോഴാണ് എടുത്തതെന്നുള്ളത്, അതായത് ഇതിന് മുൻപുള്ള വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴാണ് എടുത്തതെന്ന് എനിക്ക് തന്നെ യാതൊരു ബോധമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുത്തപ്പോൾ ഗാലറിയിൽ ഇത്രയും വീഡിയോസ് ഞാൻ എടുത്തുള്ളത് കണ്ടപ്പോൾ ഞാൻ കരുതി എന്നുവെച്ചാൽ ശരി ബാക്കിയും കൂടി എടുക്കാം, അങ്ങനെ കരുതിയിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കണതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പാക്കും കാര്യങ്ങളും ഇടാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇരുന്നിട്ട് എനിക്കുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ
ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ കുറച്ച് ഉടുപ്പ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല രാവിലെ കസിൻസൊക്കെ വന്നിരുന്നു, അവർ ഉണ്ണികൾക്കായിട്ട് കുറച്ച് ഉടുപ്പ് കൊണ്ടുവന്നിരുന്നു. എനിക്ക് പെൺകുട്ടികളെ ഉടുപ്പ് കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആട്ടോ. അപ്പോൾ ആമിക്ക് ഉടുപ്പുണ്ട്, ഉണ്ണിക്ക് ഉടുപ്പുണ്ട്, കൊച്ചുവിന് ഉടുപ്പുണ്ട്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഉണ്ണിയുടെയാണ്. രണ്ട് പേരുള്ളത്, രണ്ട് ഉണ്ണിക്കുള്ളതാട്ടോ. പിന്നെ ആമിക്കും കൊച്ചുവിനും ഒരേപോലത്തെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിക്ക് ഒരു പച്ച ഫ്രോക്കുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്കാട്ടോ. ഫ്രോക്കല്ല, മീഡിയം ടോപ്പുണ്ട്, നല്ല രസമാണ്. പക്ഷെ അവൾക്ക് ഇപ്പോൾ പാകാവില്ല, ഒരു 1 ഇയർ ആവേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും അവൾക്ക് അത് ഇട്ട് കൊടുക്കാനായിട്ട്. പക്ഷേ ഇന്ന് തന്നെ ആദ്യമായിട്ട് ആമിക്ക് ഉടുപ്പിട്ട് കൊടുത്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാനിങ്ങനെ എപ്പോഴും ആലോചിച്ചിരുന്നു ഇവർക്ക് പിന്നിക്കെട്ടി മാത്രമല്ലേ ഉള്ളൂ, ഉടുപ്പൊന്നും പുതിയതൊന്നും എടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോഴൊക്കെയാണ് ആമിക്ക് ഇന്നൊരു കുഞ്ഞുടുപ്പ് കിട്ടിയത്, 2 കുഞ്ഞുടുപ്പ് കിട്ടി. പക്ഷേ ഇതൊരു വയസ്സാകുമ്പോൾ അവൾക്ക് ഇടാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റേത് ഇന്ന് തന്നെ ഇട്ട് കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞാൻ പറ്റാച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പച്ച ഡ്രസ്സ്, നല്ല രസമുണ്ടായിരുന്നു, നേരിട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളുടെ ഉടുപ്പും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഉണ്ണികൾ രാത്രി ഉറക്കില്ലാന്ന്, അപ്പോൾ പാല് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിതാണ് ഇപ്പോൾ കുടിക്കാൻ പോണത്, ഇത് കലക്കി കുടിക്കാനാണ് പോണത്. ഹോസ്പിറ്റലിൽ നിന്ന് റെക്കമെൻഡ് ചെയ്തുള്ളത് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിരുന്നു, ആദ്യം വിചാരിച്ചു തിരിച്ചു കൊടുക്കാമെന്ന്, പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമോ വെച്ചിട്ട് എടുത്ത് വെച്ചിരുന്നു. ആവശ്യം വന്നു. ഇപ്പോൾ നമുക്ക് ഉണ്ണികൾക്ക് ഒരു മന്ത് ആകുമ്പോഴേക്കാട്ട് മുൻപ് തന്നെ പാല് കുറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്ലാസ് പാലിൽ ആ ഒരു പൊടി, ഒരു സ്പൂൺ പൊടി കലക്കിയിട്ട് ഞാൻ കുടിക്കുകയാണ്. കാരണം 2 ദിവസം കൊണ്ട് ഞാൻ രാത്രി കഷ്ടപ്പെട്ടതിന് ഒരു അതിരില്ല, അത്രയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഞാനും ഉണ്ണികളാണ് ഒറ്റയ്ക്ക് കിടക്കാറ്, അതുകൊണ്ട് തന്നെ വേറൊരാൾ ഹെൽപ്പിനില്ല രാത്രി. അപ്പോൾ ഈ ഒരു പാലിൻ്റെ കുറവും കാര്യങ്ങൾ കാരണം ഉണ്ണികൾ ഉറങ്ങാണ്ടാവും കാര്യങ്ങളായപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് കാരണമാണ് സ്റ്റിച്ചിന് ഇപ്പോൾ പെയിനൊക്കെ വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചാടി നടക്കേണ്ട ഒരു ടൈമാണിപ്പോൾ. അങ്ങനെ ഞാനിത് കുടിക്കാമെന്ന് കരുതി. എനിക്ക് ആക്ച്വലി ഈ സംഭവം ഒന്നും ഇഷ്ടമല്ല പാലൊന്നും കുടിക്കാനായിട്ട്, പക്ഷേ കുടിച്ചേ പറ്റൂ നമുക്ക് ഉണ്ണികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു സന്ധ്യ ആവണേക്കാട്ട് മുന്നേ ഞാൻ സൈഡായിട്ടോ. ഉറങ്ങിയില്ലെങ്കിൽ എൻ്റെ എന്താ പറയുക ഫിലമെൻ്റ് അടിച്ചു പോകും, ആ ഒരു ടൈപ്പ് ആയിട്ടുണ്ട്. അത്ര ക്ഷീണമായിട്ടോ. ഞാൻ ആലോചിക്കായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എത്ര വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇനി ശരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റാമെന്ന്. ഇപ്പോൾ നമ്മൾ ഫുൾ അലൈറ്റായിട്ട് ഉറങ്ങാം, 1 മിനിറ്റ് കണ്ണടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സൗണ്ടുകളൊക്കെ കണ്ണ് തുറക്കും, അങ്ങനത്തെ ഒരു ഉറക്കമാണ്. ഡെയിലി ഡീപ്പായിട്ട് എന്താ പറയുക ഒന്ന് ഉറങ്ങാൻ പറ്റണതിന് എന്നാവുമെന്ന് ആലോചിച്ച് ഞാൻ കിടക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അറിയാം വീഡിയോ ഭയങ്കര ഷോർട്ടായിരുന്നു, എന്നാലും വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അതുപോലെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.